അധ്യായം 3 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഓഗിനെ കീഴടക്കുന്നു. നമ്മൾ തിരിഞ്ഞ് ബാശാനിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി. അപ്പോൾ ബാശാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും എദ്രയിൽ വെച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു, അവനെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ അവനെയും അവൻ്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ബാശാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു. അവൻ്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി. കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു. 60 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന അർഗോബ് പ്രദേശമായിരുന്നു ബാശാനിലെ ഓഗിൻ്റെ സാമ്രാജ്യം. ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ. ഇവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളുമുണ്ടായിരുന്നു. അവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നമ്മൾ നശിപ്പിച്ചു. എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും നമ്മൾ എടുത്തു. ജോർദാന്റെ അക്കരെ അർണോൺ നദി മുതൽ ഹെർമോൺ മല വരെയുള്ള പ്രദേശം മുഴുവൻ 2 അമോര്യ രാജാക്കന്മാരിൽ നിന്ന് അന്ന് നമ്മൾ പിടിച്ചടക്കി. ഹെർമോണിനെ സിദോണിയർ സിറിയോൺ എന്നും അമ്മോര്യർ സെനീർ എന്നും വിളിക്കുന്നു. സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദ് മുഴുവനും ബാശാനിലെ ഓഗിൻ്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും എദ്രയും വരെയുള്ള പ്രദേശവും നമ്മൾ പിടിച്ചെടുത്തു. റഫായിം വംശത്തിൽ ബാശാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവൻ്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ടുള്ളതായിരുന്നു. അത് ഇന്നും അമ്മോന്യരുടെ റബ്ബായിലുണ്ടല്ലോ. സാധാരണ അളവിൽ 9 മുഴമായിരുന്നു അതിൻ്റെ നീളം, വീതി 4 മുഴവും. കർത്താവിൻ്റെ വചനം.